everyone. അപ്പോൾ നമുക്ക് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ് ഫ്രീക്വൻലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. ട്രാൻസ്ജനിക് റാറ്റ്സ്, പിഗ്സ്, ഷീപ്പ്, rabbits, etc. have been produced by rDNA technology. So what are transgenic animals? അതൊരു ക്വസ്റ്റ്യൻ ആണ്. Write two benefits of transgenic animals. അപ്പോൾ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. So first question answer എന്താണ് question? What are transgenic animals ആണ് first question. So animals that have had their DNA manipulated to possess and express an extra or foreign gene are known as transgenic animals. അതായത് പുറത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ജീൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആനിമൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. So what is the second question? Write two benefits of transgenic animals. എന്തൊക്കെയാണ് benefits? To study normal physiology and development. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ഓർ യൂസ് ആണ്. ദെൻ സ്റ്റഡി ഓഫ് ഡിസീസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ സിന്തസിസ് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. ദെൻ ടു ടെസ്റ്റ് ദ വാക്സിൻ സേഫ്റ്റി. ദെൻ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇത് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു.